ഹേ എവരിവൺ, നമ്മുടെ സപ്ലൈ ചെയിൻ ചാലഞ്ചിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്ക് കഴിഞ്ഞ വീഡിയോസ് ഒക്കെ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മുടെ സപ്ലൈ ചെയിൻ ഡിസൈനിന്റെ 5ാമത്തെ വീഡിയോയാണ്. സോ ടുഡേ വി വിൽ ബി ഡിസ്കസിംഗ് അബൌട്ട് സപ്ലൈ ചെയിൻ നെറ്റ്വർക്ക് ഡിസൈൻ. അപ്പൊ നമ്മൾ സപ്ലൈ ചെയിൻ നെറ്റ്വർക്ക് ഡിസൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം സപ്ലൈ ചെയിൻ നെറ്റ്വർക്ക് എന്താണെന്ന് അല്ലേ? നമ്മൾ ഓൾറെഡി ഇൻ ദ പ്രീവിയസ് വീഡിയോസ് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഫ്രം ദ ഇനീഷ്യൽ സപ്ലയർ ടിൽ ദ ഫൈനൽ കസ്റ്റമർ ഉള്ള ഓരോ നോഡും എല്ലാ നോഡും കൂടെ ചേരുന്നതാണ് എന്ത് സപ്ലൈ ചെയിൻ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അപ്പം അതിന്റെ ഡിസൈൻ എങ്ങനെ നമുക്ക് അത് ഡിസൈൻ ചെയ്യാം എന്നാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ അതിന്റെ ഒരു ഡെഫിനിഷൻ നോക്കുകയാണെങ്കിൽ ഞാൻ ഡെഫിനിഷൻ എന്തായാലും കൊടുത്തേക്കാൻ താഴെ. അപ്പം ഡെഫിനിഷൻ നോക്കുകയാണെങ്കിൽ നെറ്റ്വർക്ക് ഡിസൈൻ ഈസ് ദ പ്രോസസ് ഓഫ് ഡിറ്റർമൈനിങ് ദ ഒപ്റ്റിമൽ നമ്പർ ഓഫ് ഫെസിലിറ്റീസ്. ഈ ഒപ്റ്റിമൽ നമ്പർ ഓഫ് ഫെസിലിറ്റി എന്ന് പറയുന്നത് ഈ ഡെഫിനിഷനിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒപ്റ്റിമൽ നമ്പർ ഓഫ് ഫെസിലിറ്റീസ് ദാറ്റ് ക്യാൻ ബി ഫെസിലിറ്റീസ് ക്യാൻ ബി പ്ലാന്റ്, വെയർ ഹൗസസ്, ഡിസ്ട്രിബ്യൂഷൻ സെന്റേഴ്സ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും റീറ്റെയിലർ ലൊക്കേഷൻസ്, എനിത്തിങ് ഇറ്റ് ക്യാൻ ബി. ഓക്കെ, ആൻഡ് ഒപ്റ്റിമൽ നമ്പർ ഓഫ് ഫെസിലിറ്റീസ്, ഇറ്റ്സ് ലൊക്കേഷൻ, കപ്പാസിറ്റി ആൻഡ് റോൾ to have the cost efficient, responsive, sustainable flow of goods and services, information and finances. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് സപ്ലൈ ചെയിൻ നെറ്റ്വർക്ക് ഡിസൈൻ എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ സപ്ലൈ ചെയിൻ നെറ്റ്വർക്ക് ഡിസൈൻ is the process of determining the optimal number of facilities, its location, capacity and role to have the cost efficient, responsive and sustainable supply chain, അല്ലെങ്കിൽ cost efficient, responsive and sustainable flow of ഗുഡ്സ് ആൻഡ് സർവീസസ്, ഇൻഫർമേഷൻ ആൻഡ് ഫിനാൻസസ്. അപ്പൊ നിങ്ങൾക്ക് ആ ഡെഫിനേഷൻ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് ഇതൊന്ന് പിക്ചറൈസ് ചെയ്ത് പറഞ്ഞുതരാം. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ കാണുന്ന ഗ്രീൻ ബൗണ്ടറി എന്ന് പറയുന്ന ഒരു ജോഗ്രഫി ആയിട്ട് അസ്യൂം ചെയ്യുക. ഓക്കെ, ആൻഡ് ദെൻ അതായത് ഒരു ജോഗ്രഫി നമ്മൾ എടുക്കുകയാണ്. ആൻഡ് ദെൻ ഈ കാണുന്ന ബ്ലാക്ക് ഡോട്ട്സ് എല്ലാം കസ്റ്റമേഴ്സ് ആണ്. അപ്പൊ നമ്മുടെ ആ ഒരു ജോഗ്രഫിയിൽ പല സ്ഥലങ്ങളിലായിട്ട് കസ്റ്റമേഴ്സ് ഒന്ന് സ്കാറ്റേഡ് ആയിട്ടായിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ ക്ലസ്റ്റേർഡ് ആയിട്ടായിരിക്കും. ഒന്നുകിൽ സ്കാറ്റേഡ് ആയിട്ട് പലയിടത്തായിട്ട് കിടക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ക്ലസ്റ്റേർഡ് ആയിട്ട് ഒരു ഏരിയ, 2 ഏരിയ, 3 ഏരിയ, അങ്ങനെ ക്ലസ്റ്റേർഡ് ആയിട്ടായിരിക്കും. ഓക്കെ, ആൻഡ് ദെൻ അവിടെ നമുക്ക് പ്ലാന്റ്, വെയർഹൗസ്, ഡിസ്ട്രിബ്യൂഷൻ സെന്റർ അല്ലെ? പ്ലാന്റ്, വെയർഹൗസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ സെന്റർ, ഇത് 3 നമ്മൾ നോക്കുകയാണ്. ഇൻസ്റ്റെഡ് ഓഫ് 3 plants, can I serve the demand with 2 plants? Okay, അല്ലെങ്കിൽ instead of having 2 warehouses, can I build just 1 warehouse? Or instead of having more than 1 distribution centers, okay, instead of having more than 1 distribution centers, can I have just 1 in such a way that the customer demand can be met? ഓക്കെ, അപ്പൊ അതാണ് നമ്മൾ ഇവിടെ ഡിസൈഡ് ചെയ്യുന്നത്. അതായത് ഇത്രയും കസ്റ്റമേഴ്സ് നമുക്കുണ്ട്, ഇതാണ് നമ്മളുടെ ജോഗ്രഫി, ഇതിൽ എവിടെ കൊണ്ട് നമ്മുടെ പ്ലാന്റ് ലൊക്കേറ്റ് ചെയ്യണം. നമ്മൾ അഗൈൻ ഡെഫിനിഷനിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ ഒപ്റ്റിമൽ നമ്പർ ഓഫ് ഫെസിലിറ്റീസ്, അതായത് ഇതെല്ലാം നമ്മളുടെ ഫെസിലിറ്റീസ് ആണ് അല്ലെ? പ്ലാന്റ്, വെയർഹൗസ്, അതേപോലെ ഡിസ്ട്രിബ്യൂഷൻ സെന്റേഴ്സ്, അല്ലെങ്കിൽ റീറ്റെയിൽ ഔട്ട്ലെറ്റ്സ് ആയിക്കോട്ടെ, വാട്ട് എവർ ഇറ്റ് ഈസ്, അതെല്ലാം ആസ് എ മാനുഫാക്ചർ അല്ലെങ്കിൽ ആസ് എ ബിസിനസ് ഓണർ അല്ലെ ആസ് എ കമ്പനി എന്റെ ഫെസിലിറ്റീസ് ആണ്. അപ്പൊ ഈ ഫെസിലിറ്റീസിന്റെ എല്ലാം ഒപ്റ്റിമൽ നമ്പർ ഓഫ് ഫെസിലിറ്റീസ്. രണ്ടെന്താ പറഞ്ഞേ? ഇറ്റ്സ് ലൊക്കേഷൻ, കപ്പാസിറ്റി ആൻഡ് റോൾ. അതായത് ഓരോ ഫെസിലിറ്റിയും എന്ത് റോളാണ് ചെയ്യുന്നത്. വെയർഹൗസ് ആണെങ്കിൽ അവിടെ സ്റ്റോറേജ് ആയിരിക്കും നടക്കുന്നത്, പ്ലാന്റ് ആണെങ്കിൽ അവിടെ പ്രൊഡക്ഷൻ ആയിരിക്കും നടക്കുന്നത്, അതുപോലെ ഡിസ്ട്രിബ്യൂഷൻ സെന്റർ ആണെങ്കിൽ അത് കസ്റ്റമർക്ക് ഡയറക്റ്റ് അവരുടെ കാര്യങ്ങൾ എത്തിക്കുക എന്നുള്ള പ്രോസസ്സുകളാണ് അവിടെ നടക്കുന്നത്. അപ്പൊ ഇറ്റ്സ് റോൾ, അതായത് റോൾ ഡിഫൈൻ ചെയ്യണം. 2 ഇതിന്റെ കപ്പാസിറ്റി, ഓരോന്നിലും എത്ര കപ്പാസിറ്റി ഉണ്ടാവണോ നമ്മൾ ഡിസൈഡ് ചെയ്യണം. 3 ഇതിന്റെ ലൊക്കേഷൻ, അതായത് ഈ ജോഗ്രഫിയിലുള്ള ഡിമാൻഡ് മീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എക്സാക്ട്ലി എവിടെ കൊണ്ട് നമ്മൾ നമ്മളുടെ ഫെസിലിറ്റി ലൊക്കേറ്റ് ചെയ്യണം എന്നുള്ളത് ഡിസൈഡ് ചെയ്യണം. അതും ഇൻ സച്ച് എ വേ ദാറ്റ് ഇറ്റ് ഷുഡ് ബി ഒപ്റ്റിമൽ നമ്പർ. ഒപ്റ്റിമൽ നമ്പർ എന്ന് പറഞ്ഞാൽ ഏറ്റവും കുറവെന്നല്ല അർത്ഥം. അതായത് നമുക്ക് ഈ കസ്റ്റമർ ഡിമാൻഡ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര എണ്ണം വേണ്ടി വരും എന്നുള്ളതാണ്. ഇൻസ്റ്റെഡ് ഓഫ് 3 ചിലപ്പോൾ ഒരുപക്ഷെ നമുക്ക് ഒരെണ്ണം കൂടി എക്സ്ട്രാ വേണ്ടി വരും. അല്ലെങ്കിൽ ഈ ഒരു ജോഗ്രഫിയിൽ ഈ ഒരു ഏരിയയിൽ കൊണ്ട് പ്ലാന്റ് വെക്കുന്നതിന് പകരം സെൻട്രൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലായിടത്തേക്കും ഈക്വൽ ഡിസ്റ്റൻസിൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയേക്കാം. അപ്പൊ ഇൻസ്റ്റെഡ് ഓഫ് ഹാവിംഗ് 3 plants, നമുക്ക് ജസ്റ്റ് ഈ ഒരു 1 plant വിത്ത് നമ്മുടെ വെയർഹൗസ് ഒരെണ്ണം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 4 വെയർഹൗസ് ഇട്ട് കഴിഞ്ഞാൽ എന്ത് പറ്റും? നമുക്ക് ഈസി ആയിട്ട് കസ്റ്റമർ ഡിമാൻഡ് മീറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത് നമ്മൾ മാത്തമാറ്റിക്കലി മോഡൽ ചെയ്യും. അതായത് ഇത് നമ്മൾ ജസ്റ്റ് ലോജിക്കലി ചെയ്യുന്ന കാര്യമല്ല, നമ്മളത് മാത്തമാറ്റിക്കലി നമ്മൾ ഓരോന്നിന്റെ ക്വാണ്ടിഫൈ ചെയ്ത് ഡിമാൻഡ് എത്രയാണ്, കപ്പാസിറ്റി എത്രയാണ്, ലൊക്കേഷൻ ഏതാണ്, അതിന്റെ കാര്യങ്ങളെല്ലാം ക്വാണ്ടിഫൈ ചെയ്തിട്ടായിരിക്കും നമ്മൾ ഈ ഫൈനൽ ഡിസിഷനിലേക്ക് വരുന്നത്. അത് വിൽ സ്റ്റഡി ദോസ് ടോപ്പിക്സ് ഇൻ ദ അപ്കമിംഗ് വീഡിയോസ്. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതാണ് സപ്ലൈ ചെയിൻ നെറ്റ്വർക്ക് ഡിസൈനിന്റെ ഒരു ജിസ്റ്റ് എന്ന് പറയുന്നത്, അതായത് ഒരു ഓവർവ്യൂ എന്ന് പറയുന്നത്. നമ്പർ ഓഫ് ഫെസിലിറ്റീസ് ഷുഡ് ബി ഒപ്റ്റിമൽ. എങ്ങനെ നമുക്ക് അത് ഒപ്റ്റിമൈസ് ചെയ്യാം എന്നുള്ളതാണ് നമ്മളുടെ ഡിസിഷൻ ഇവിടെ. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ as number of facilities increases, okay, അതായത് നമ്മളുടെ ഈ നമ്പർ ഓഫ് ഫെസിലിറ്റീസ് ഇറ്റ് ക്യാൻ ബി എനിത്തിങ്. ഓക്കെ, ഫോർ ദ ടൈം ബീങ് ഞാനത് ഒരു വെയർ ഹൗസ് എന്നുള്ളൊരു എക്സാമ്പിൾ എടുക്കുകയാണ്. അപ്പം ആസ് അവർ നമ്പർ ഓഫ് ഫെസിലിറ്റീസ് ഇൻക്രീസസ്, അതായത് വെയർ ഹൗസിന്റെ നമ്പർ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ
ഒന്നെന്താണ്, ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് വിൽ ഗോ ഡൗൺ. എഗ്രി? കാരണം നമുക്ക് ഇവിടെ ഒരു വെയർ ഹൗസ് ഉണ്ട്. ഈ വെയർ ഹൗസിൽ നിന്ന് ഇവിടെയുള്ള കസ്റ്റമറിന് സെർവ് ചെയ്യുന്നതിനെക്കാട്ടിലും എന്തുകൊണ്ടും ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കുറവായിരിക്കും ഈ വെയർ ഹൗസിൽ നിന്ന് ഇങ്ങോട്ട് ഷിപ്പ് ചെയ്യുന്നത്, അല്ലെ? അല്ലെങ്കിൽ നേരെ തിരിച്ചു. അപ്പൊ നമുക്കാണെങ്കിൽ നമ്പർ ഓഫ് ഫെസിലിറ്റീസ് കൂടുമ്പോൾ, അതായത് നമ്പർ ഓഫ് വെയർ ഹൗസസ് കൂടുമ്പോൾ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് എന്താണ്, കുറയും. എഗ്രി? രണ്ട്, റെസ്പോൺസീവ്നെസ് കൂടും. അതായത് നമ്മൾ ഇവിടുന്ന് ഈ വെയർ ഹൗസിൽ നിന്ന് ഇവിടെയുള്ള കസ്റ്റമറിന് കൊടുക്കാൻ ഒരുപക്ഷെങ്കിൽ ഒരു 3 ദിവസത്തെ ലീഡ് ടൈം എടുക്കുന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഇവിടെ വരെ എത്താൻ ഒരുപക്ഷെ ഒരു ദിവസം മതിയായിരിക്കും. അപ്പം കസ്റ്റമർ ഓർഡർ ചെയ്ത് പിറ്റേന്ന് തന്നെ കിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, നല്ല റെസ്പോൺസീവ് ആയിട്ടുള്ള സപ്ലൈ ചെയിൻ ആണ്. അറ്റ് ദ സെയിം ടൈം കസ്റ്റമറിന്റെ സാറ്റിസ്ഫാക്ഷൻ എന്താണ്, ഇൻക്രീസ് ആവും. ആപ്ലിക്കബിൾ ഫോർ ദ റിട്ടേൺ ലോജിസ്റ്റിക്സ് ഓൾസോ. കസ്റ്റമർ റിസീവ് ചെയ്ത കാര്യത്തിന് എന്തെങ്കിലും പ്രൊഡക്റ്റിന് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെന്നിരിക്കട്ടെ, അപ്പൊ അത് അവർക്ക് തിരിച്ചു കൊടുത്ത് അതൊന്ന് മാറ്റിയെടുക്കണമെന്നുണ്ടെങ്കിൽ അധികം കാലതാമസം ഇല്ലാതെ അത് നടക്കുന്നുണ്ടെങ്കിൽ സപ്ലയറിന്റെ കസ്റ്റമറിന്റെ സാറ്റിസ്ഫാക്ഷൻ വിൽ ഓൾസോ ഗോ അപ്പ്. അപ്പം റെസ്പോൺസീവ്നെസ് കൂടും ആൻഡ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ കൂടും. അതിന്റെ കൂടെ തന്നെ മറ്റു രണ്ട് കാര്യമുള്ളതാണ് ഇൻവെന്ററി കോസ്റ്റ് ആൻഡ് ഫെസിലിറ്റി കോസ്റ്റ്. അതായത് നമുക്ക് ഒന്നിൽ കൂടുതൽ വെയർ ഹൗസ് വരുമ്പോൾ അവിടെ നമ്മൾ കാര്യങ്ങൾ സ്റ്റോർ ചെയ്യണമല്ലോ. അതേപോലെ തന്നെ ആ വെയർ ഹൗസ് ഓടിക്കാൻ വേണ്ടിയിട്ടുള്ള ലേബർ ചാർജ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ആ ഫെസിലിറ്റിയുടെ യൂട്ടിലിറ്റീസ്, ഇലക്ട്രിസിറ്റി ബില്ല് ആയിക്കോട്ടെ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണമല്ലോ. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നോക്കുമ്പോൾ എന്താണ്, നമ്മളുടെ ഇൻവെന്ററി കോസ്റ്റും അതേപോലെ ഫെസിലിറ്റി കോസ്റ്റ്, ഓരോ ഫെസിലിറ്റിക്കും വരുന്ന കോസ്റ്റും കൂടും. എന്താണ്, ആസ് നമ്പർ ഓഫ് ഫെസിലിറ്റീസ് ഇൻക്രീസസ്. ഒരു സൈഡിൽ നമ്മൾ നോക്കി കഴിയുമ്പോൾ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഇൻക്രീസ് ആവുന്നുണ്ട്, അതേപോലെ തന്നെ നമ്മുടെ സപ്ലൈ ചെയിന്റെ റെസ്പോൺസീവ്നെസ് ഇൻക്രീസ് ആവുന്നുണ്ട്, അങ്ങനെ എല്ലാം ഇൻക്രീസ് ആവുന്നുണ്ട്. ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കുറയുന്നുണ്ട്, എല്ലാം ഓക്കെയാണ്. അറ്റ് ദ സെയിം ടൈം എന്താണ്, നമ്മളുടെ കോസ്റ്റും ഫെസിലിറ്റിയുടെ കോസ്റ്റ്, ഇൻവെന്ററിയുടെ കോസ്റ്റ്, കാര്യങ്ങളെല്ലാം ഇൻക്രീസ് ആവുന്നുണ്ട്. അപ്പം അവിടെയാണ് നമുക്കൊരു ബാലൻസ്ഡ്. സിമ്പിൾ എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ ഒരു ജോഗ്രഫിയിൽ 1 lakh ആണ് നമ്മളുടെ മന്ത്ലി ഡിമാൻഡ് എന്ന് പറയുന്നത്. 1 ലക്ഷം പ്രൊഡക്ട്സ് നമ്മൾ ആ ജോഗ്രഫിയിലോട്ട് എത്തിക്കണം. നമ്മൾ ജോഗ്രഫി എന്ന് പറയുമ്പോൾ ഒരു ചെറിയ സ്ഥലമല്ല പറയുന്നത്, ഒരു പക്ഷെങ്കിൽ ഒരു കൺട്രി ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു പക്ഷെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ് ഫുൾ ആയിട്ടായിരിക്കാം. ഓക്കെ, അപ്പം അതെടുത്ത് കഴിയുമ്പോൾ 1 ലക്ഷമാണ് നമ്മളുടെ ഡിമാൻഡ് എന്നിരിക്കട്ടെ. ആൻഡ് ദെൻ നമുക്കാണ് അവിടെ 2 പ്ലാന്റ് ഉണ്ട്. ഒരു പ്ലാന്റിന്റെ കപ്പാസിറ്റി 50,000 50,000 പ്ലാന്റിന്റെ കപ്പാസിറ്റി 30,000 ആണെന്നിരിക്കട്ടെ. അപ്പൊ എത്രയായി, രണ്ടും കൂടി എത്രയായി, 80,000 ആവുന്നുള്ളൂ. നമുക്കുള്ള ടോട്ടൽ ഡിമാൻഡ് എത്രയാണ്, 1 lakh. നമ്മുടെ 2 പ്ലാന്റിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് എത്രയാണ്, 80,000. അപ്പൊ ബാക്കി ബാലൻസ് എത്രയാണ്, 20,000 എന്താണ്, അത് നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെങ്കിൽ നമ്മളാണ് 2 പ്ലാന്റോടെ ചുമ്മാ എക്സ്ട്രാ തുടങ്ങുക, അന്നേരം ടോട്ടൽ കപ്പാസിറ്റി എത്രയായി, 1,60,000 ആയി. നമ്മുടെ ഡിമാൻഡ് എത്രയാണ്, 1 lakh. അപ്പൊ ഈ 1 lakh ഡിമാൻഡ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 1,60,000 കപ്പാസിറ്റി ഉള്ള 2 പ്ലാന്റ് നമ്മൾ എക്സ്ട്രാ പണിത് കഴിഞ്ഞാൽ എന്ത് പറ്റും, നമ്മളുടെ കോസ്റ്റ് ഷൂട്ടപ്പ് ചെയ്യും. അപ്പൊ അവിടെയാണ് നമ്മളുടെ ഡിസിഷൻ വേണ്ടത്. അതായത് ഇൻസ്റ്റെഡ് ഓഫ് മീറ്റിംഗ് ദ 1 lakh ഡിമാൻഡ്, നമുക്ക് ആ 80,000 മീറ്റ് ചെയ്ത് അങ്ങനെ പോവാം. ആൻഡ് വെൻ ദ ഡിമാൻഡ് ഇൻക്രീസസ് ടു 1,50,000 ഓർ 1,20,000-30,000, നമുക്ക് അന്നേരം വേണേ അടുത്തൊരു പ്ലാന്റിനെ പറ്റി ചിന്തിക്കാം, അല്ലെ? അപ്പൊ അവിടെയാണ് ആ ഒരു ട്രേഡ് ഓഫ് നടക്കുന്നത്. ചിലപ്പോൾ നമുക്ക് അത് കുറച്ച് കസ്റ്റമേഴ്സിനെ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റില്ല എന്ന് വരും, കാരണം നമ്മുടെ 80,000 ആണ് നമ്മുടെ കപ്പാസിറ്റി ഉള്ളത്. ബട്ട് നമ്മൾ അടുത്ത പ്ലാന്റ് പണിയാൻ പോയി കഴിഞ്ഞാൽ എന്ത് പറ്റും, അവിടെ കോസ്റ്റ് ഷൂട്ടപ്പ് ചെയ്യും. അതാണ് ഒരു ലെവൽ വരെ നമുക്ക് നമ്മുടെ കോസ്റ്റ് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അപ്പൊ ഡിമാൻഡ് കൂടുന്നതിനനുസരിച്ച് മാത്രമേ നമുക്ക് നമ്മുടെ കപ്പാസിറ്റി, പ്ലാന്റ്, കാര്യങ്ങളെല്ലാം കൂട്ടാനും പറ്റുള്ളൂ. അപ്പം അതാണ് അവിടുത്തെ ഒരു ലോജിക്ക്. അതായത് അതിനാണ് നമ്മൾ എപ്പോഴും ഒപ്റ്റിമൽ എന്ന് പറയുന്നത്. ഈ ഡിമാൻഡ് മീറ്റ് ചെയ്യാൻ പറ്റണം, അറ്റ് ദ സെയിം ടൈം നമ്മളുടെ ടോട്ടൽ സപ്ലൈ ചെയിൻ കോസ്റ്റ്, ഈ ഫെസിലിറ്റി കോസ്റ്റ് ആയിക്കോട്ടെ, ഇൻവെന്ററി കോസ്റ്റ് ആയിക്കോട്ടെ, അതെല്ലാം കുറഞ്ഞിരിക്കണം. ഓവറോൾ നമ്മൾ എൻഡ് ഓഫ് ദ ഡേ നോക്കുമ്പോൾ എന്താണ്, നമ്മളുടെ കമ്പനി പ്രോഫിറ്റിലായിരിക്കണം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ആ ഒരു ഐഡിയ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വൈ ഇറ്റ് ഈസ് ഇമ്പോർട്ടന്റ് നോക്കിക്കഴിഞ്ഞാൽ, ഒന്ന് അലൈൻ വിത്ത് ഇറ്റ്സ് ബിസിനസ് ഗോൾ. നമ്മൾ ആദ്യം പറഞ്ഞു എന്താണ്, ബിസിനസിന് ഓവറോൾ ആയിട്ട് ഒരു ഗോൾ ഉണ്ടാവും. ആൻഡ് ദെൻ ആ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മുടെ സപ്ലൈ ചെയിൻ സ്ട്രാറ്റജി കാര്യങ്ങളെല്ലാം ഡിസൈൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു. 2, ഓവറോൾ സപ്ലൈ ചെയിൻ കോസ്റ്റ് വിൽ ഗോ ഡൗൺ. അപ്പം നമ്മൾ പറഞ്ഞു ഇൻസ്റ്റെഡ് ഓഫ് ഹാവിംഗ്, അതായത് 3 വെയർ ഹൗസ് പല ലൊക്കേഷനിലായിട്ട് വെക്കുന്നതിന് പകരം ചെറിയ വെയർ ഹൗസസ് കുറച്ചുകൂടെ കൂട്ടാം. അല്ലെന്നുണ്ടെങ്കിൽ ഒരു കുറച്ച് വലിയ വെയർ ഹൗസ് നമുക്ക് 2 3 നമ്പർ ആക്കി കഴിഞ്ഞാൽ നമുക്ക് കസ്റ്റമർ ഡിമാൻഡ് സെർവ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മുടെ ഓവറോൾ സപ്ലൈ ചെയിൻ കോസ്റ്റ് കുറഞ്ഞിരിക്കും. 2 ഡെലിവറി ലീഡ് ടൈം ആൻഡ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ, നമ്മൾ അത് ഓൾറെഡി പറഞ്ഞു. ആൻഡ് 3 സ്കെയിലബിലിറ്റി. അപ്പോൾ സ്കെയിലബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളാണെങ്കിൽ ഒപ്റ്റിമൽ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഡിമാൻഡ് കൂടുന്നതനുസരിച്ച് നമുക്ക് നമ്മുടെ കപ്പാസിറ്റി, ഫെസിലിറ്റീസിന്റെ കപ്പാസിറ്റിയും കാര്യങ്ങളെല്ലാം നമ്പേഴ്സ് ആയിക്കോട്ടെ, കപ്പാസിറ്റി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ലൊക്കേഷൻ ആയിക്കോട്ടെ, അത് നമുക്ക് മാറ്റാനും ഇൻക്രീസ് ചെയ്യാനൊക്കെ പറ്റും. സോ അപ്പോൾ അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് കീ ഡിസിഷൻസ് ഇൻ സപ്ലൈ ചെയിൻ നെറ്റ്വർക്ക് ഡിസൈൻ. ഓക്കെ, സോ അതിൽ 3 ലെവൽസ് ആണ് നമുക്കുള്ളത്. ആൻഡ് ദെൻ നമുക്ക് ഡിസിഷൻ ടൈപ്പ് ആൻഡ് ഡിസിഷൻസ് ഉണ്ട്. അപ്പൊ 3 ലെവൽസ് നോക്കിക്കഴിഞ്ഞാൽ, 1 സ്ട്രാറ്റജിക്, അതൊരു ലോങ് ടേം ആയിരിക്കും. 2 ടാക്ടിക്കൽ, അത് മീഡിയം ടേം ആയിരിക്കും. 3 ഓപ്പറേഷൻസ്, അത് ഷോർട്ട് ടേം ആയിരിക്കും. അപ്പം ലോങ് ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി അപ് ടു 5 years. ടാക്ടിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി അപ് ടു 1 year and above. ആൻഡ് ദെൻ ഓപ്പറേഷൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി അപ് ടു 1 week, അല്ലെങ്കിൽ 1 month, അല്ലെങ്കിൽ 1 year, എന്ത് വേണമെങ്കിലും ആവാം. ഓക്കെ, ഇറ്റ്സ് ബേസ്ഡ് ഓൺ ദ പില്ലർ വിച്ച് വി ആർ വർക്കിംഗ് ഓൺ. അപ്പം
നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ 3 ലെവൽസ് ഉണ്ട് അല്ലേ? അപ്പം അതിന്റെ ഫസ്റ്റ് ലെവലാണ് സ്ട്രാറ്റജിക് എന്ന് പറയുന്നത്, അതായത് ലോങ് ടേം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ അതിന്റെ അകത്ത് ഡിസിഷൻ ടൈപ്പ് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് മെയിൻലി ഫോക്കസ്ഡ് ഓൺ ഫെസിലിറ്റി, നമ്പർ ഓഫ് ഫെസിലിറ്റീസ്, ലൊക്കേഷൻസ് ആൻഡ് ഇറ്റ്സ് കപ്പാസിറ്റി. അപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ മാസവും ഓരോ പ്ലാന്റ് തുടങ്ങുന്നതിനെ പറ്റിയോ അല്ലെങ്കിൽ എല്ലാ മാസവും പുതിയ വെയർ ഹൗസ് കൺസ്ട്രക്ട് ചെയ്യുന്നതിനെ പറ്റിയോ ഒന്നും ഒരിക്കലും ഒരു കമ്പനി ചിന്തിക്കില്ല, അല്ലെങ്കിൽ അതുപോലെ ഡിമാൻഡ് വേണം. അപ്പം അതിന് പകരം എന്തായിരിക്കും അവർ ചിന്തിക്കുന്നത്? ഓക്കെ, അടുത്ത ഒരു 5 വർഷത്തേക്ക് നമുക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അപ്പൊ നമ്മുടെ ഫെസിലിറ്റീസ് എവിടെ വേണം അല്ലേ? അപ്പം അതാണ് ആ ഡിസിഷൻ ടൈപ്പ്. അതിന്റെ ഒരു എക്സാമ്പിൾ ഡിസിഷൻസ് നോക്കിക്കഴിഞ്ഞാൽ ഹൗ മെനി പ്ലാന്റ്സ് ഡു വി നീഡ്, അല്ലെങ്കിൽ വേർ ഷുഡ് ബി ലൊക്കേറ്റ്, അതേപോലെ വാട്ട് കപ്പാസിറ്റി വിൽ ഈച്ച് പ്ലാന്റ് ഹാവ്, അത് ആൻഡ് മേക്ക് വേഴ്സസ് ബൈ, ഷുഡ് ബി മേക്ക് സം ഓഫ് ദ പാർട്സ് ഓർ ഷുഡ് ബി ഔട്ട്സോഴ്സ് ഇറ്റ്. അതൊക്കെയാണ് അതിന്റെ അകത്തെ ഡിസിഷൻസ് പറയുന്നത്. എന്താണ് അത്? സ്ട്രാറ്റജിക് ആണ്. സോ ഇതെല്ലാം നമ്മൾ ഓൾറെഡി നമ്മുടെ പ്രീവിയസ് വീഡിയോസിൽ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. ആൻഡ് ദെൻ അടുത്തതാണ് ടാക്ടിക്കൽ, അതായത് മീഡിയം ടൈം അപ് ടു ഒരു 1 ഇയർ ആൻഡ് എബോ നമുക്ക് പറയാം. അപ്പം അതിൽ നോക്കുകയാണെങ്കിൽ പ്രൊഡക്റ്റ് അലോക്കേഷൻ ആൻഡ് സോഴ്സിങ്. അപ്പം എന്ത് പ്രൊഡക്റ്റ് ചെയ്യണം എന്നുള്ളത് നമുക്ക് ഓൾറെഡി ക്ലാരിറ്റി ഉണ്ട്. പക്ഷെ അതിൽ തന്നെ ആ പ്രൊഡക്റ്റ് ഡിസൈഡ് ചെയ്ത പ്രൊഡക്റ്റിൽ തന്നെ നമുക്ക് എങ്ങനെ കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളതാണ് ടാക്ടിക്കലിലോട്ട് വരുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത്. അപ്പം വിച്ച് പ്ലാൻ മേക്സ് വാട്ട് പ്രൊഡക്റ്റ്, അതായത് നമുക്ക് 4 പ്ലാന്റ് ഉണ്ടെങ്കിൽ ഇതിൽ ഏത് പ്ലാന്റ് എന്ത് പ്രൊഡക്റ്റ് മേക്ക് ചെയ്യണം എന്നുള്ളതാണ് അതിൽ വരുന്നത്. രണ്ടാമത്തേതാണ് വിച്ച് സപ്ലയർ പ്രൊവൈഡ്സ് വാട്ട് റോ മെറ്റീരിയൽ ടു വിച്ച് പ്ലാന്റ്. നമുക്ക് 10 സപ്ലയേഴ്സ് ഉണ്ട്, അതിൽ ഏത് സപ്ലയർ ഏത് പ്ലാന്റിലോട്ടുള്ള റോ മെറ്റീരിയൽ വേണം സപ്ലൈ ചെയ്യാൻ എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്തിലാണ്? ടാക്ടിക്കലിലാണ്. അതൊരു 1 ഇയർ ആൻഡ് എബോ എന്ന് നമുക്ക് പറയാം. ആൻഡ് ദെൻ അടുത്തത് വരുന്നതാണ് ഓപ്പറേഷണൽ ഡിസിഷൻസ്, അതായത് ഷോർട്ട് ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡേ ടു ഡേ കാര്യങ്ങൾ, അല്ലെങ്കിൽ വീക്ക്ലി അല്ലെങ്കിൽ മന്ത്ലി എങ്ങനെ നമുക്ക് കാര്യങ്ങൾ പ്ലാൻ ചെയ്യാം എന്നുള്ളതാണ് ഓപ്പറേഷണൽ ഡിസിഷൻ്റെ അകത്ത് വരുന്നത്. അതിൽ നോക്കുകയാണെങ്കിൽ ഷെഡ്യൂളിംഗ് വരും, റൂട്ടിംഗ് വരും, അതേപോലെ റീപ്ലേനിഷ്മെന്റ് വരും. അപ്പൊ ഷെഡ്യൂളിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? വെൻ ടു പ്രൊഡ്യൂസ് വാട്ട്, ഓക്കെ, എപ്പോൾ എന്ത് പ്രൊഡ്യൂസ് ചെയ്യണം. നമ്മൾ ഓൾറെഡി മേലെ എന്താണ് ഡിസ്കസ് ചെയ്തു? വിച്ച് പ്ലാൻ മേക്സ് വാട്ട് പ്രൊഡക്റ്റ് ആണല്ലേ? അപ്പം പ്ലാൻ നമ്പർ 1 ഉണ്ട്, അവിടെ പ്രൊഡക്റ്റ് നമ്പർ A ആണ്. അപ്പം അത് എപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യണം, അതായത് ഡേ ടൈമിൽ വേണോ നൈറ്റ് ടൈമിൽ വേണോ, അതോ 24/7 നമ്മൾ ഒരു 1 മന്തിലേക്ക് പ്രൊഡ്യൂസ് ചെയ്യണോ ടു മീറ്റ് ദ കസ്റ്റമർ ഡിമാൻഡ്. അതെങ്ങനെയാണെന്നുള്ള പ്ലാൻ ചെയ്യുന്നത്, അതായത് പ്രൊഡക്ഷൻ പ്ലാനിംഗ് ആണ് അവിടെ നടക്കുന്നത്. ആൻഡ് ദെൻ ഡെയിലി ഓർഡർ ഫുൾഫിൽമെന്റ്, അവിടെയാണ് റൂട്ടിംഗ് പറയുന്നത്. നമുക്ക് കസ്റ്റമേഴ്സ് ഓർഡർ വന്നിട്ടുണ്ട്, നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ സെന്റേഴ്സിലോട്ട് അവരുടെ ഓർഡേഴ്സ് നമ്മൾ ഡേ ടു ഡേ ബേസിസിൽ നമ്മൾ ഫുൾഫിൽ ചെയ്യണം. ആൻഡ് ദെൻ അടുത്താണ് ഇൻവെന്ററി ലെവൽസ്. ഇറ്റ് ക്യാൻ ബി വർക്ക് ഇൻ പ്രോഗ്രസ് ഇൻവെന്ററി, അല്ലെങ്കിൽ ഫിനിഷ്ഡ് ഗുഡ്സ് ഇൻവെന്ററി, അല്ലെങ്കിൽ റോ മെറ്റീരിയൽ ഇൻവെന്ററി. ഇതെല്ലാം നമുക്ക് റീപ്ലേനിഷ് ചെയ്യണം, അതായത് നമ്മുടെ ഇൻവെന്ററി കുറയുന്നതനുസരിച്ച് നമ്മുടെ പ്രൊഡക്ഷൻ കൂടി ഇൻവെന്ററി നമ്മൾ ഫുൾഫിൽ ചെയ്യണം. അതിനനുസരിച്ച് നമ്മുടെ കസ്റ്റമർ ഡിമാൻഡ് കൂടും, അത് നമ്മൾ അവിടെ കസ്റ്റമേഴ്സിന്റെ അടുക്കൽ എത്തിക്കണം. നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതെല്ലാം സെപ്പറേറ്റ് അല്ല, സ്റ്റാൻഡ് അലോൺ അല്ല. അപ്പൊ നമ്മൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ സ്ട്രാറ്റജിക് ആൻഡ് ദെൻ ടാക്ടിക്കൽ ആൻഡ് ദെൻ ഓപ്പറേഷൻ, ഇത് 3 എന്താണ്? ഇന്റർ കണക്റ്റഡ് ആണ്. അതായത് ഇത് ഫുള്ള് സ്റ്റാൻഡ് അലോൺ ആൻഡ് ഇത് വേറെ ടോട്ടലി ഡിഫറെന്റ്, ഇത് ടോട്ടലി ഡിഫറെന്റ്, അങ്ങനെയല്ല. ഇത് 3 ഇന്റർ കണക്റ്റഡ് ആണ്, അതായത് ഇതൊരു ഫ്ലോയിലായിരിക്കും ഇങ്ങനെ വരുന്നത്. ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മളൊന്ന് സമ്മറൈസ് ചെയ്യുകയാണെങ്കിൽ വി ഡിസ്കസ്ഡ് അബൌട്ട് വാട്ട് ഈസ് സപ്ലൈ ചെയിൻ നെറ്റ്വർക്ക് ഡിസൈൻ, വൈ ഇറ്റ് ഈസ് ഇമ്പോർട്ടന്റ്, അതേപോലെ തന്നെ അതിന്റെ ഒരു പിക്ടോറിയൽ റെപ്രസെന്റേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തു. ആൻഡ് ഓൾസോ വാട്ട് ഹാപ്പൻസ് ഇഫ് ദ നമ്പർ ഓഫ് ഫെസിലിറ്റീസ് ഇൻക്രീസസ്. ആൻഡ് ദെൻ വി ഡിസ്കസ്ഡ് അബൌട്ട് ദ ഡിസിഷൻ ടൈപ്സ് ഇൻ സപ്ലൈ ചെയിൻ നെറ്റ്വർക്ക് ഡിസൈൻ. സോ അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതൊരു ഫൗണ്ടേഷൻ ആണ്. ഓക്കെ, ഇതൊരു ബേസിക് തിയറി ആണ്, ബേസിക് ഫൗണ്ടേഷൻ ആണ്. ഓൺ ടോപ്പ് ഓഫ് ദിസ് വിൽ ബി ബിൽഡിംഗ് അപ്പ് ദ സപ്ലൈ ചെയിൻ നെറ്റ്വർക്ക് ഡിസൈൻ ഇൻ ദ അപ്കമിംഗ് വീഡിയോ. ഈ വീഡിയോസ് കാണുമ്പോൾ നോട്ട്ബുക്കും പെന്നൊക്കെ ആയിട്ടാണ് ഇരിക്കുന്നത് ഞാൻ വിചാരിക്കുന്നു. അതർവൈസ് നമുക്ക് പിന്നീട് റീകളക്ട് ചെയ്യാൻ പറ്റിയില്ല എന്ന് വരും. സോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കോൺസെപ്റ്റ് എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.